ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SNDODസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആണ്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമുക്കിതിൻ്റെ ആ ഒരു ചെറിയൊരു ക്യാബിനറ്റ് വരുന്നത് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പീസായിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബ് കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടും. ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ്. പിന്നെ ഇവിടെ കാണാം, ഇതിൻ്റെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസർ കാര്യങ്ങൾ ഇതൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡ് ഒന്ന് നമുക്ക് വെളിയിലേക്ക് നമുക്ക് എടുക്കാം. ഇതാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ്. ഇതാണ് ക്ലാസ് ഡിയിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ചൈന പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല, പക്ഷേ ആ ഒരു പണ്ടത്തെ ആ ചൈന പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കരുതരുത്. കാരണം ഇപ്പോൾ വരുന്ന മാർക്കറ്റിൽ വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ആണെങ്കിൽ പോലും എല്ലാം ചൈനയിൽ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ തന്നെ ഇത് നല്ല ഒരു ക്വാളിറ്റി PCBയിൽ നല്ല കമ്പോണൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൽ ഇതിൻ്റെ 2 ചാനൽ വരുന്നത് 50 വാട്ട്സ് വെച്ചും പിന്നെ സബ് വൂഫർ ഒരു 100 വാട്ട്സുമാണ് ഇതിന് വരുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് DC വോൾട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. 12 വോൾട്ട് DC ആണ്. 12 വോൾട്ട് മുതൽ നമുക്ക് 24 വോൾട്ട് വരെ ഇതിൽ കൊടുക്കാം. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു 10 ആംപിയറെങ്കിലും വരുന്ന ഒരു SMPS വഴിയോ ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഇതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് നമുക്ക് 10 ഇഞ്ചിൻ്റെ സബ് വൂഫറൊക്കെ ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലുകളൊക്കെ ഒരു 50 വാട്ട്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ബുക്ക് ഷെൽഫൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ഇത് നമുക്ക് വണ്ടിയിൽ വേണമെങ്കിൽ വണ്ടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ റൂമിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, പിന്നെ ഓക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ എല്ലാ വോളിയം കൺട്രോളറുകളും ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം ഇനി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ടോപ്പിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഫ്രീക്വൻസി, അതായത് സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസിയും സബിൻ്റെ വോളിയം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രബിൾ വരുന്നുണ്ട്, ബാസ് വരുന്നുണ്ട്, മാസ്റ്ററായിട്ടൊരു വോളിയം കൺട്രോളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം വ്യക്തമായിട്ട് വളരെ സിമ്പിളാണ്. വെറുതെ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുക, പാട്ട് കേൾക്കുക, അത്രയേ ഉള്ളൂ. പ്ലസ് മൈനസ് 2 ചാനലിൻ്റെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സബ് വൂഫറിൻ്റെയും വരുന്നുണ്ട്. അതാണ് ഇവിടെയായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. അതായത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ടോപ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം. ഇവിടെ സ്പീക്കറിൻ്റെ കണക്ഷൻ, അതായത് പോസിറ്റീവ് നെഗറ്റീവും, ഇവിടെ റൈറ്റ് പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ ലെഫ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ സബ് വൂഫറിൻ്റെ. ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ അതായത് വരുന്നത്. പിന്നെ ഇവിടെ ഓക്സ് വരുന്നുണ്ട്. നമുക്ക് മൊബൈലിൽ നിന്ന് ഒരു 3.5 ആണ് കൊടുത്തിരിക്കുന്നത്. 3.5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഓക്സ് വഴി കണക്ട് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂടൂത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഒരു ചെറിയ വിലയിൽ ഇതിപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മളുടെ പള്ളിമുക്കിന് സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെല്ലുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ കൊറിയറായിട്ട് വേണമെങ്കിൽ അവർ അയച്ചു തരും. അപ്പോൾ അതിൻ്റെ സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവർ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ അടുത്ത ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്കൊന്ന് നോക്കണം, എത്രയുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നമുക്കൊന്നറിയാം. ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.